സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ മരണസമയത്ത് മയ്യത്തിനെ നിരീക്ഷിക്കുക. നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന മയ്യത്തിനെ ഒന്ന് നിരീക്ഷിക്കുക. കാരണം എന്തെന്നറിയുമോ? ആ മയ്യത്തിന്റെ നെറ്റിത്തടം വിയർത്തിട്ടുണ്ടോ? ആ മയ്യത്തിന്റെ കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകുന്നുണ്ടോ? ആ മയ്യത്തിന്റെ മൂക്കിന്റെ ദ്വാരം ഇങ്ങനെ വികസിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ അവന്റെ ജീവിതത്തിൽ അവന്റെ മരണത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ കാരുണ്യം അവന് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതാ വീണ്ടും അവിടുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു പ്രായമില്ലാത്ത ഒട്ടകത്തിന്റെ കഴുത്ത് ഞെക്കുമ്പോ, ഒരു പ്രായമില്ലാത്ത ഒട്ടകത്തിന്റെ കഴുത്തിങ്ങനെ പിടിച്ചു നെക്കിയാൽ ഒരു പ്രത്യേകമായ വലിവുള്ള ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് വരുമല്ലോ. അതുപോലെയുള്ള ശബ്ദമെങ്ങാനും പടച്ചുറപ്പേ മരിക്കുന്നവന്റെ ഇസ്രായേൽ പിടിക്കുന്ന സമയത്തോ, പടച്ചുറപ്പേ റൂഹിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു മനുഷ്യനിൽ നിന്ന് കടന്നു വരുന്നുണ്ടോ? അതേപോലെ തന്നെ അല്ലാഹുവേ നിറം വിവരണമാകുന്നുണ്ടോ? അവന്റെ വായക്കകത്തുനിന്ന് പതയുന്നവരെയും പുറത്തേക്ക് കടന്നു വരുന്നുണ്ടോ? ഇവകളെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണല്ലോ, മരിക്കുന്ന സമയത്ത് അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണല്ലോ. മരിക്കുന്ന സമയത്ത് അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. മരണസമയത്ത് ചുണ്ടുകൾ ഉണങ്ങൽ റഹ്മത്ത് ഇറങ്ങുന്നതിന്റെ അടയാളമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അതേപോലെ തന്നെ ശരീരം നിറം ചുമപ്പ് കളറായിട്ട് വന്ന അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിയതിന്റെ അടയാളമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഇമാം ഗസാലി അടക്കമുള്ള ഇമാമികൾ നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. ഇതാണ് മരണത്തിന്റെ അവസ്ഥ. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള അടയാളം നമ്മൾ ആരുടെയെങ്കിലും മയ്യത്തിൽ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള അടയാളങ്ങൾ ആരുടെയെങ്കിലും മയ്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? പടച്ചുറപ്പേ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ ഏറ്റവും നന്മയുള്ളവരായിട്ട് കടന്നു പോകണ്ടയോ?